ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ക്രിക്കറ്റ് ബ്ലോഗാണ്. അറിയാം, ഒരുപാട് കളി നമ്മൾ തോറ്റുകൊണ്ടാണ് തോറ്റ് പറഞ്ഞ് മടുത്തു നമ്മൾ. നിങ്ങൾ കമൻറ്റ് പറയുന്ന പോലെ തന്നെ നമ്മളത് മടുത്തിരിക്കുകയാണ്. ജയിക്കണമെന്ന ആഗ്രഹമൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ടൂർണമെൻറ്റിന് പേര് കൊടുത്തു, നമ്മൾ ക്രിയേറ്റർ സ്ക്വാഡ്. ഇതാണ് നമ്മളെ പുതിയ ജേഴ്സി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്നല്ല നമ്മൾ സെറ്റ് ചെയ്തതൊക്കെ. എനിക്ക് തോന്നുന്നു പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ ഇത് ഡിസൈൻ എടുത്തത് കേട്ടോ. 6 ടീമിൻ്റെ ടൂർണമെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് 2 മാച്ചുണ്ട്. 18 ഓവറിൻ്റെ 2 മാച്ചാണുള്ളത്. അപ്പം സ്ക്വാഡ് 83 എന്ന് പറഞ്ഞ ടീമാണ് ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അമച്ചർ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സായിയും ഗബ്രിയും കളിക്കുന്നില്ല, കാരണം അവർ എ ഡിവിഷനൊക്കെ കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റർ സ്ക്വാഡിലെ ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇന്ന് എല്ലാവർക്കും നല്ല നമ്മുടെ ജേഴ്സി ഉണ്ട് കേട്ടോ. പുതിയ ജേഴ്സി നമ്മുടെ കൊള്ളാം. ഒരു ഇംഗ്ലണ്ട് പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ക്യാപ്പ് കൂടി മേടിച്ചത് ഇതിൻ്റെ മാച്ചായിട്ട്. വാമപ്പ് ചെയ്യണം. വാമപ്പൊക്കെ ചെയ്തിട്ട് വേണം കളി തുടങ്ങാനില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഞ്ചുറി വരും. കാരണം ഓൾറെഡി എനിക്ക് ബാക്കിനൊക്കെ നല്ല ഇഞ്ചുറി വരുന്നതുകൊണ്ട് എനിക്ക് എന്തായാലും വാമപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല വെള്ളം കുടിക്കണം. അപ്പോൾ ഫാസ്റ്റ് സ്റ്റാൻഡപ്പിൻ്റെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കുടിച്ച് വേണം റെഡി ആവാനായിട്ട്. അപ്പോൾ വാമപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 10 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യാം. ആരാണ് ഇതിനകത്ത് എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾ? പഠിച്ച് ഇപ്പൊ പോയപ്പോ കുറച്ച് അല്ല, അതും ജോഗി കുറച്ച് നടക്കാം. റീസ്റ്റാർട്ട് ആണ് കേട്ടോ. നമുക്ക് അടിപൊളി ജേഴ്സി കിട്ടി. നമുക്ക് എല്ലാവരെയും പരസ്പരം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മുമ്പത്തെ പോലെയല്ല, ആരൊക്കെ എന്തൊക്കെ പെർഫോം ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാം. നമുക്ക് ബെസ്റ്റ് ടീമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ 2 കളിയും ജയിക്കണം. ഒരു കളി ജയിച്ചിട്ട് ഈസി ആയിട്ട് അപ്പുറത്തെ റൗണ്ടിലേക്ക് പോലെ 2 കളിയും ജയിക്കണം. എല്ലാവരും പെർഫോം ചെയ്യണം ഇൻഡിവിജ്വലി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ക്യാപ്റ്റൻ ആവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്താണോ കളിക്കാൻ പറ്റുക അങ്ങ് കളിച്ചോ. ഇവിടെ അങ്ങോട്ട് സജഷൻസ് ആകെ നമ്മൾ ഈ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റേ ഓർഡർ ഉള്ളൂ. ബാറ്റിങ്ങിന് പോകുന്ന ഇപ്പോൾ ആരാണെങ്കിലും അവർക്ക് എങ്ങനെയാണോ ഇതുവരെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് ആ രീതിയിൽ കളിച്ചോ. പുതിയൊന്നും ട്രൈ ചെയ്യണ്ട. ആ രീതിയിൽ കളിച്ചിട്ട് നമ്മൾ 50 റൺ ഓൾ ഔട്ട് ആയാലും വി ഡോണ്ട് കെയർ. മനസ്സിലായി? അതിനകത്ത് നമ്മൾ പഠിച്ചോളൂ. മനസ്സിലായി? അപ്പോൾ ഫുള്ള് അറ്റാക്കിംഗ് മോഡിൽ നമ്മളിന്ന് കളിക്കും. മനസ്സിലായി? ഫുൾ ബോളിംഗ്, നമുക്ക് നല്ല ശക്തമായ ബോളിംഗ് ഉണ്ട്. ബാറ്റിങ്ങിൽ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളി ജയിക്കും. ഗ്രൗണ്ടിൻ്റെ രീതിയൊക്കെ ഹരി പറഞ്ഞു തരും. ഇവിടെ സെൻറ്റ് പോൾസിൽ കുറച്ച് പേര് ആദ്യമായിട്ടായിരിക്കും കളിക്കണം അല്ലേ? അതൊക്കെ കാര്യങ്ങൾ പറ. പാലസോറുമായിട്ട് ഡിഫറെൻ്റ് അല്ലേ ഗ്രൗണ്ട്? കാരണം ഞാൻ ഇവിടെ ഒരു തവണ വന്ന് കളിച്ച സമയത്ത് എൻ്റെ 6 ബോൾ 4 ബോളും 2 അവന്മാർ അടിച്ചു കളഞ്ഞു. 2 തട്ടിക്കഴിഞ്ഞാൽ ബും എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് ബാറ്റ് ചെയ്യുന്നവർക്ക് ബാറ്റ് എഡ്ജ് എടുത്താൽ പോലും ബോൾ ഷും എന്ന് പറഞ്ഞ്, അതായത് എന്തായാലും പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ് ഔട്ട് ഫീൽഡ്. അതൊക്കെ ഓർത്താണ്. പിന്നെ ബോളിങ്ങിന് പേസ് എറിയുന്നവർക്ക് നല്ല സ്വിങ്ങും മൂവ്മെൻറ്റും അല്ലെ ബൗൺസും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക. ഇന്നലെ അവരുടെ ടീമിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് അവർ നേരെ വരുന്ന ബോളുകൾ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 120 ബോൾ എറിയുന്നുണ്ടെങ്കിൽ 100 ബോളും പുറത്ത് ഗുഡ് ലെങ്തിൽ എറിയാൻ ശ്രമിക്കുക. പുറത്തെന്ന് പറഞ്ഞാൽ ഓഫ് സ്റ്റിക്കിന് ചേർത്ത് ഒരുപാട് നീക്കി എറിയാതെ. ഒരുപാട് നീക്കി എറിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിക്കഴിഞ്ഞാൽ ബൗണ്ടറി മാർക്കിലോട്ട് കൊടുക്കണ്ട. എല്ലാവരും വന്നത് കുറച്ചും കൂടി സ്റ്റംപ് പക്ഷെ കയറി വീഴരുത്. ഗുഡ് ലെങ്ത് മാത്രം വീഴുക. അതായത് എറേഴ്സ് ഉണ്ടാക്കാതിരിക്കുക ബോളേഴ്സ്. ഇപ്പം ഞാനാണേലും ഹരി ആണേലും ഷാരിഖ് ആണേലും സച്ചു ആണേലും ഷിയാസ് ആണേലും ലീഷൊക്കെ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ബോളേഴ്സാണ്. എറേഴ്സ് മാക്സിമം കുറയ്ക്കുക. ഒരു 10% നമ്മുടെ കയ്യിൽ നിന്ന് മോശം ബോൾ വീഴാവും. അതെങ്ങനെയും നമുക്ക് സേഫ് ആയിക്കോളും കേട്ടോ. അതൊക്കെ നോക്കുക. ഷാരിഖും ഹരിയും സച്ചും ഒക്കെ പറയും. കളിയാണ് ചിലപ്പോൾ അടിയൊക്കെ വീഴും. അതൊന്നും വിഷയമില്ല. എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഗ്രൗണ്ടിൽ. ഒരാൾ അടി ഉണ്ടെന്ന് വെച്ചാൽ തെറിയെന്ന് വിളിക്കണ്ട. ഒന്നും എന്തായാലും ഉണ്ടാവും. ക്യാച്ച് വിട്ടാലും അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് മുതൽ നമ്മൾ ഇനി മുന്നോട്ട് എപ്പോഴും കളിക്കാൻ പോകുന്ന ടീമാണ്. അപ്പോൾ ഫീൽഡിംഗ് സെറ്റപ്പ് ഒക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങളെ നിർത്തുന്ന പോയിന്റ്സ്, പുതുതായിട്ട് കളിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, പോയിന്റ് എന്ന് ആരെങ്കിലും അറിയാവുന്നവർ പറയുകയാണെങ്കിൽ ആ പോയിന്റ് പോയി നിൽക്കുമ്പോഴത്തേന് ബാറ്റ്സ്മാൻ ചേഞ്ച് ആകുമ്പോൾ അവിടെ തന്നെ പോയി നിൽക്കണം. നമുക്ക് ഇന്ന് ടൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ടൈമിനുള്ളിൽ നമുക്ക് കളി തീർത്തിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങി വരാൻ പറ്റണം കേട്ടോ. ശരിക്കും പറഞ്ഞ പോലെ ഒരു ബോൾ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് കാണിച്ചെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് ചെയ്താലേ കളി നടക്കുള്ളൂ. ഒരു ടീം ഗെയിം അല്ലേ? ആ ടീം ഗെയിമിൽ എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇടയ്ക്ക് കളി നമ്മുടെ കൂടി ഇപ്പോൾ മുട്ട വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മുട്ടയുടെ നോക്കി അന്നത്തെ പെർഫോമൻസ് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കണം കേട്ടോ. അയൂബൊക്കെ രാവിലെ വന്നതിന് താങ്ക്സ്. ഒരുപാട് പേരുണ്ട് ഇപ്പം. ജിന്ന്, അയൂബ്, ബാക്കി സച്ചുവിൻ്റെ കൂടെ വന്നവരൊക്കെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എസ്. നിങ്ങളെ ഞങ്ങൾ വിശ്വാസം കാക്കും. നോക്കണ്ട, പോയി ഗൈസ്, പോയി ബോൾ ചെയ്യാം. താങ്ക് യു. എൻ്റെ ആഗ്രഹവും ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബോളിംഗ് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ബാറ്റിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഒന്ന് താന്നു കഴിഞ്ഞാലും ബോളിംഗ് പിടിക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയ ബോളേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ബാറ്റ് ചെയ്യാൻ പോകുന്നവർ ഉത്തരവാദിത്തത്തോടെ കളിക്കുക. മനസ്സിലായി? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ കളിക്കുന്നത് അത് കളിക്കുക. പിന്നെ തുടക്കത്തിൽ പോകുന്നവർ പിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് കളിച്ചു തുടങ്ങിക്കോ. പിച്ച് കുറച്ച് ബാറ്റിലേക്കൊന്നും എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു 18 ഓവർ കളിയാണ്. 18 ഓവറിൽ ഒരു 150 ആണെങ്കിലും മതി, മനസ്സിലായോ? അടിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ തുടക്കം വരിക. ഷാരിക്കും സച്ചു ഓപ്പൺ പോകാമല്ലോ. ഷാരിക്കും സച്ചും കൂടെ ഫസ്റ്റ് പോകും. പിന്നെ മെന്റലിസ്റ്റും വിഷ്ണു യോശിയും പാടി കേട്ടോ. നിങ്ങൾ രണ്ടുപേരുടെ പാടി. അത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, മുന്നിൽ നല്ല പോലെ റണ്ണ് പോവാണെന്നുണ്ടെങ്കിൽ വിഷ്ണു യോശി പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി വരും. എന്നാൽ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ട്രബിൾ വരുവാണെന്നുണ്ടെങ്കിൽ മെന്റലിസ്റ്റ് കൂടെ വരും. എന്നിട്ട് അതിനനുസരിച്ച് ഓർഡർ ചെയ്യും. അല്ല, ഞാനത് പറയാൻ വേണ്ടി, കാരണം നമ്മൾ കഴിഞ്ഞ കളി ഫുള്ള് നമ്മൾ ബോളിംഗ് എടുത്തോണ്ടിരുന്നത്, നമുക്കൊരു ചേഞ്ച് വേണമായിരുന്നല്ലോ. അപ്പോൾ ബാറ്റ് ചെയ്ത് നോക്കി നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. രണ്ട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇത്രയും കാലം ബോൾ ചെയ്യണമെന്നുള്ള സപ്പോർട്ടുള്ള മനുഷ്യനായിരുന്നു കേട്ടോ. എവിടെയും ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ബാറ്റ് ചെയ്യുമ്പോൾ എനിക്കങ്ങ് തോന്നുമായിരുന്നു, ഇവരെന്താ ബോൾ ചെയ്യുന്നതല്ലേ പുതിയ സാഹചര്യങ്ങൾ നല്ലതെന്ന്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോളിംഗ് ഉണ്ട്, നമുക്ക് ബോളേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ബാറ്റ്സ്മാൻമാർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. സോ നമ്മളൊരു 150 ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പണി പാളാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി? എങ്ങനെ ഇപ്പം മുന്നിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് അത്രയും പ്രഷർ വരും. ബോളേഴ്സിന് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് ഈ കളിയുടെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത കളി നോക്കാമല്ലോ. വിക്കറ്റ് ശകലം ഇതാണ് വെറ്റുണ്ട് ആക്ച്വലി. അപ്പോൾ ബോൾ അവർ അടിച്ചെറിയത്തുള്ളൂ. അപ്പോൾ കുറച്ച് സ്ലോ ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പീഡ് വീശാൻ കിട്ടത്തില്ല, സ്ലോ ആയിട്ട് വരത്തുള്ളൂ. വരുന്നത് നോക്കി കളിക്കുക ഒന്ന്. പിന്നെ ഷാരിക്കിൻ്റെയും നല്ല അടി വരാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ സച്ചുവിൻ്റെയും അടി വരാൻ തുടങ്ങിയാൽ ഷാരിക്കോടെ നിന്നോളൂ, അടിക്കണ്ട. സിംഗിൾ ഇട്ട് 1 എടുത്ത് 2 എടുത്ത് കളിക്കുക. ഷാരിക്ക് അടിക്കുന്നുണ്ട്, നീ 1 എടുത്ത് 2 എടുത്ത് മാത്രം കൊടുക്കുക, അടിക്കണ്ട. നീ 4 5 അടിക്കണ്ട, സിംഗിൾ ഇടുക. ഇത് മാത്രം ചെയ്താൽ മതി. ഷാരിക്ക് എപ്പം ഷാരിക്ക് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ നീ എപ്പോൾ ഡൗൺ ആവുന്നു, അപ്പം നീ എല്ലാം പാർട്ട്ണർഷിപ്സ് മസ്റ്റാണ് കേട്ടോ. അല്ലാതെ ഒരാൾ അവിടെ 100 അടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഒരാൾ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഓർഡറിലാണെങ്കിലും ആര് പെട്ടെന്ന് പോയി കഴിഞ്ഞാലും വിഷ്ണു വരും, സപ്പോർട്ട് ചെയ്യും മറ്റേ ആളെ, മനസ്സിലായി? കളിക്കുക കേട്ടോ, പറഞ്ഞു വിഷ്ണുവിന് നല്ല റോളുണ്ട്, കളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റോളുണ്ട്, ഫുള്ള് കളിക്കാനുള്ള. പിന്നെ ഇവിടെ ഇറങ്ങുന്ന ആരും 30 ബോളിൽ 30 ആയിട്ട് തിരിച്ചു വരരുത്, മനസ്സിലായി? നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഇന്ന് കളിക്കുന്നത്, സ്വന്തം കളി കളിച്ചിട്ട് വരണം. 30 ബോളിൽ 50 അടിച്ചാലും നമ്മൾ കളി ജയിക്കുള്ളൂ എന്ന് ഓർക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എത്ര ബോൾ എടുക്കുന്നു എന്നുള്ള ഡസൻ മാറ്റർ. പക്ഷേ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് റണ്ണേ ബോൾ ആവരുത് കേട്ടോ. വാ ടീം KCS, ലെറ്റ്സ് ഫൈറ്റ്. ഫോർ തിരുവനന്തപുരം സിക്സ്. ഷാരിക്ക് 5-69. 13 ഓവർ നിങ്ങൾ തന്നെ കളിച്ചിട്ട് വരണം കേട്ടോ. ഷാരിക്ക് മാറിക്കോ.
ഓ കുഴപ്പമില്ല 50 ആയോ?
സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഷാരിക്ക് സച്ചു ബ്രില്യൻ്റ് ആയിട്ട് തന്നു. പിന്നെ പോയവരെല്ലാവരും അവരെ കൊണ്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർ കഴിയാവുന്നതിൽ ബെസ്റ്റ് ഇട്ടു. വിഷ്ണു വന്നിട്ട് എക്സലന്റ് പെർഫോമൻസ്. വിഷ്ണുവിന്റെ ഇങ്ങനെ ഒരു ഇന്നിങ്സ് ആക്ച്വലി ഞാൻ എന്താ അറിയോ, നമുക്ക് ബേസിക്കലി നമ്മുടെ ടീം അത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കങ്ങ് ഭയങ്കര സന്തോഷം വരും. മനസ്സിലായി. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് ഇനിയാണ് നമ്മൾ മറ്റേന്ന് പറയുന്നത് നമ്മൾ ആരെ വിടുമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. മനസ്സിലായി. കാരണം പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പരിപാടി കൂടി പോവാണ്. അപ്പം ശ്രദ്ധിക്കുക. പിന്നെ ക്ലീശ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ മൊമെന്റ്സിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ജീവിക്കണം ആക്ച്വലി. മനസ്സിലായി. ഇത്രയും കാലം നമ്മൾ ക്രിക്കറ്റ് കളിക്കാണ്ട് ക്രിക്കറ്റ് അത്രയും പാഷനേറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇപ്പൊ ഷാരിക്കൊക്കെ അത്ര അടിപൊളിയായിട്ട് കളിക്കണം. ഓഫ്സൈഡിൽ അടിച്ച ഷോട്ടൊക്കെ ടി വി കാണുന്ന ഷോട്ടാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യുക. ഇനിയിപ്പം എനിക്കിപ്പോ അതാ ഞാൻ ക്യാപ്റ്റനായിട്ട് ഇരിക്കുമ്പോഴും ഫീൽഡിൽ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോവുകയോ അങ്ങനെ ഇപ്പൊ ഹരിയുണ്ട്, സച്ചു ഉണ്ട്, ഷാരിക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയ പ്ലേയേഴ്സ് പറയുന്ന കേൾക്കുക. ഡിസിപ്ലിൻ ആണ് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത്. നമ്മളിങ്ങനെ ഫണ്ണായിട്ട് എടുത്താലും നമ്മൾ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ പോലും നമ്മൾ ആരും ബെസ്റ്റ് ഒന്നുമല്ല. ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുകയോ കളിയാക്കലോ ഒന്നും വേണ്ട. അടിപൊളിയായിട്ടിരിക്കുക. ബാറ്റ്സ്മാനെ റെസ്പെക്ട് ചെയ്യുക. അമ്പയേഴ്സിന്റെ ഡിസിഷൻസും അത് നോക്കുക. ഹരി പറവാക്കി. ഓക്കെ, ഇതൊരു വലിയ സ്കോർ അല്ല, അതാണ് ഏറ്റവും നമ്മളായിട്ട് ചിന്തിക്കുന്നത്. ഈ വിക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നല്ല റൺസ് വന്നുകൊണ്ടിരിക്കും. അവരും അടിക്കും. ഒരാൾ ബാറ്റ് ചെയ്യും. നമ്മുടെ ഷാരിക്കും വിഷ്ണു ആകെപ്പാടെ ഒരാളെ ബാറ്റ് ചെയ്യില്ല. അതിൽ നിന്ന് തന്നെ ഇത്ര സ്കോർ വന്നു. അതുകൊണ്ട് അവർ ഒരാൾ ബാറ്റ് ചെയ്താൽ മതി. അതാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ച കളി തീർന്നിട്ടില്ല. നമുക്ക് 140 റണ്ണുള്ളൂ. അത് പിടിക്കുക, മരിച്ചു കളിക്കുക. എല്ലാ ക്യാച്ചും എല്ലാ ഫീൽഡിങ്ങും അടിപൊളിയായിട്ട് കളിക്കുക. സൂപ്പറായിട്ട് കളി കഴിക്കാം. കളി ഇപ്പോഴും തീർന്നിട്ടില്ല. നമുക്ക് ഇത്ര റണ്ണുണ്ട്. പക്ഷെ അവർക്ക് ചേസ് ചെയ്യണം. നമ്മൾ കളി എന്തായാലും ചേഞ്ച് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാം. എല്ലാവരോടും കേൾക്കാൻ വേണ്ടി, ഇത് ബോൾ ചെയ്യുന്നവർ മാത്രം എല്ലാവരോടും കേൾക്കാൻ വേണ്ടിയാ. എനിക്ക് വേണ്ട ബോളുകൾ എന്ന് പറഞ്ഞാൽ ഓഫ് സ്റ്റംപ് ഉണ്ടല്ലോ, ഓഫ് സ്റ്റമ്പിന് ചേർന്ന് ഗുഡ് ലെങ്ത് ബോൾ പോവാ. യോർക്കേഴ്സ് ഒക്കെ ട്രൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആലോചിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. കളയല്ലേ, അത് എടുക്കാവുന്ന ബോളാ കേട്ടോ. ഇവിടുത്തെ മിസ്റ്റേക്ക് അവിടെ കറക്റ്റ് ചെയ്യേണ്ടതാ. കുഴപ്പമില്ല, നല്ല ട്രൈ, നോ വറീസ്. നല്ല ഷോട്ടാ അവിടെ. ഹരി ഹരിയേ, കുഴപ്പമില്ല. മുന്നിൽ വീണ ഏരിയല്ലേ അവിടെ. പേസിലടിച്ചാ മൈൻഡ് ചെയ്യണ്ട. വാ തിരിച്ചു വാ.
commitment buddy. Great commitment buddy. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്ത ജോഷ്. ഓക്കെ അതെടുത്ത് തരാം. റെഡി ഉണ്ട്. കുന്തിരടി നീ കയറി, ഞാൻ ഫോൺ എടുത്ത് തരാം. വിജയോടെ ലാബിലാണ് നിങ്ങൾ പോയാ? കിട്ടോടാ, ഞാൻ പോണെന്ന് പറഞ്ഞില്ലേ? അവർക്ക് റീൽ ചെയ്താ 106 12 ഓവർ. 12 ഓവറാ? 12 ഓവറായി. 106 12 ഓവറായി. 106 അല്ലേ? ഹരി ഓടി വാ. ചപ്പാത്തി അച്ചാറാട്ടത് അവരടിച്ചെടുത്തോളും. കയ്യിലിരുന്നേന്നു. ഇവിടെ തന്നെ ഹൈദരാബാദ് അങ്ങോട്ടാണ് കളയിനി അങ്ങനെ പുതിയ ജേഴ്സിയിൽ വിജയിച്ചുകൊണ്ട് തുടക്കം. ഇതാണ് നമ്മൾ കാത്തിരുന്ന 51 റൺസിന് നമ്മൾ വിജയിച്ചു. ജബ്രി പോരെ നമ്മളെ ജേഴ്സിന്റെ ഒരു ഇത് നോക്കിയേ, ഭയങ്കര ക്ലാസ് ലുക്ക്. നമ്മൾ ചെയ്യുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൂടെ കളിക്കാണ്ട് വന്ന് സഹകരിച്ച പ്ലേയേഴ്സിനെ, ബാറ്റിങ്ങും ബോളിങ്ങും ഇല്ലാണ്ട് പോലും വന്ന് അയ്യൂബും ജോമോനും പിന്നെ ജിന്നുണ്ട്, വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്ന ആളുണ്ട്. ഗബ്രി എന്തായാലും എവിടുന്ന് ഓടി വന്നില്ല, ടൈമിൽ നമുക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഇവരില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തേനെ. കാരണം ഈ കളിക്കുന്നവർ തന്നെ വെള്ളം എടുക്കാൻ പോവുക, ഇവിടെ പുറത്തുനിന്ന് സപ്പോർട്ട് ഇല്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്രം ദ വെരി ഫസ്റ്റ് ബോൾ നമ്മൾ കളിയിൽ ഇന്നായിരുന്നുള്ളതാണ് ഇന്നത്തെ കളിയുടെ ഒരു അഡ്വാൻറ്റേജ്. അത് തുടക്കത്തിൽ സച്ചുവും ഷാരി കൂടെ പോയി കളിച്ചു. നമുക്ക് ഇന്ന് വന്ന എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ എല്ലാ ടീമുകൾക്കും വരുന്ന ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ പോസിറ്റീവ്സോ കാരണം നമ്മളൊരു ഫീൽഡിംഗ് പ്രാക്ടീസ് ഓപ്പണേറ്റ്സിനൊന്നും പോവാണ്ട് വന്നിട്ട് ഡീപ്പിൽ ഇത്രയും നന്നായിട്ട് അർജുൻ ആണെങ്കിലും അമീർ ആണെങ്കിലും ഇവിടെ കളിച്ച വിഷ്ണു ജോഷി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട്. കാരണം ഞാൻ ഈ ബോൾ പോകുമ്പോൾ അവിടെ നിന്നിട്ട് പോയി ഇവരോട് എന്ത് പറയും, ചെറിയ വരാനും പറ്റില്ല, പക്ഷെ ഇവർ ഓടി അവിടെ എത്തണം ആ ബോളിൽ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. മൊട്ടയാണെങ്കിൽ അകത്തുനിന്ന് അടിപൊളിയായിട്ട് ചെയ്തു. ഹരിയുടെ എക്സലന്റ് ബോളിംഗ് ക്വാളിറ്റി ആ ബോളിങ്ങിൽ കണ്ടു, മനസ്സിലായി. ആ ബോളിങ്ങിൽ തന്നെ പോയി.
പിന്നെ നമുക്ക് നല്ല റൺ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇച്ചിരി പ്രഷർ ഇല്ലാണ്ട് കളിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു 30-40 റൺ എക്സ്ട്രാ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് അല്ല ഇത് സംഭവിച്ചത്. തുടക്കത്തിലേ നമ്മൾ കുറച്ച് റണ്ണ് കൊടുത്തു, പക്ഷേ ബാക്കിയെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ബോൾ കൊടുത്ത ബോളേഴ്സ് എല്ലാം നന്നായിട്ട് എറിയുന്നവരായതുകൊണ്ട് നമുക്ക് ഒരേ ട്രസ്റ്റ് ചെയ്യാം. സച്ചും സ്പിന്നും വന്ന് നന്നായിട്ട് എറിഞ്ഞു കേട്ടോ. എക്സ്ട്രാ 14 അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നന്നായിട്ട് വിഷ്ണു കീപ്പ് ചെയ്തു. വിഷ്ണുവിന്റെ ബാറ്റിംഗ് വീണ്ടും എടുത്തു പറയേണ്ട കാര്യം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ആൾക്കാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കളിച്ച് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ വിഷ്ണുവിന്റെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്നിങ്സ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ തമാശയായിട്ട് പറഞ്ഞ എല്ലാവരും എന്റർടൈൻഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത കളിയും കൂടെ നമുക്ക് ജയിച്ചിട്ട് കപ്പടിക്കാനുള്ള ടീം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ആ കോൺഫിഡൻസ് കളിക്കണം. ചെറിയ റോൾ ആണെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ലാസ്റ്റ് 4 ഓവേഴ്സ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആകണം. അവിടെയാണ് കളി ശരിക്കും പോകുന്നത്. നല്ല 2 ബാറ്റ്സ്മാൻമാർ അവർക്കുണ്ടെങ്കിൽ അവരടിച്ചെത്തിക്കും. ഇങ്ങനെയുള്ള സ്കോർ ആണെങ്കിൽ 6 ഓവർ 100 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ ഒന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ 14 ഓവർ വരെ അടിപൊളിയായിട്ട് എറിഞ്ഞു, അടിപൊളിയായിട്ട് ഫീൽഡും ചെയ്തു. പക്ഷെ ലാസ്റ്റ് 4 ഓവറിൽ കളിച്ചാലും മോശമായിരുന്നു തന്നെ ഞാൻ പറയുന്നത്. അല്ല, ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞാൽ പോലും ഞാൻ ആ നടുവിന് ചെറിയ പെയിൻ ഉള്ളതുകൊണ്ട് സ്ലോ ബോൾസ് എറിഞ്ഞു. സ്ലോ ബോൾസ് എറിഞ്ഞപ്പോൾ ലെങ്ത് വീണില്ലാത്തപ്പം എത്ര 15 റണ്ണ് ഓരോ ഓവർ ഞാൻ കൊടുക്കണം. അപ്പോൾ അത് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഹരി അവിടെ നന്നായിട്ട് എറിയുന്നതുകൊണ്ട് ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ലൈറ്റായിട്ട് എടുക്കുക. അങ്ങനെ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല അടുത്ത കളി മുതൽ. അതായത് നമ്മളൊരു 120-130 അവരെ തളച്ചാതെ നമ്മൾ ബെസ്റ്റ് ടീമായി, മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഫീൽഡിങ്ങിൽ ഇതുപോലൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഫീൽഡിംഗ് ബെറ്റർ ആയിക്കോളും. നമ്മളിനി ഓപ്പൺ നെറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേന് കുറച്ച് ടെക്നിക്സ് കൂടെ വരുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഇനി പറയൂ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ പ്ലീസ്. നല്ല ജേഴ്സി ആയിരുന്നു. ഗ്രൗണ്ട് തോന്നിയ സജഷൻസ് ഒക്കെ ഇവിടെ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരു ടീം ഗെയിമായിട്ട് തന്നെ കളിച്ചത്. ഇപ്പൊ ഞാനും സച്ചും പോയതിന് ശേഷവും വന്നവരൊക്കെ നല്ലോണം കളി കൊണ്ടുപോയി. വിഷ്ണു ആണെങ്കിലും പിന്നെ വന്നവരൊക്കെ ആണെങ്കിൽ ചെറിയ കളി കളിച്ചുള്ളെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഗുണമായിട്ട് നല്ല രീതിയിൽ തന്നെ കളി പോയി. പിന്നെ എല്ലാവരും ഇതിലും ഫീൽഡിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ട് ഫീൽഡ് പ്രതീക്ഷിച്ചില്ല. അത് ഒരു വേറൊരു കാര്യമുണ്ട്. കാരണം നമ്മളെ കമന്റ്സ് ഫുള്ള് ബോൾ പിടിക്കാൻ അറിയാം കളിയുടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കളിയോട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ എല്ലാവരും ഫീൽഡ് ചെയ്യുന്നു. കാരണം ബൗണ്ടറിക്ക് എന്തെങ്കിലും മിസ് പോകുന്നു, പക്ഷെ ഒരു ബോൾ പോലും എല്ലാവരും ഡീപ്പിൽ നിന്നവരൊക്കെ പറഞ്ഞ് പറന്ന് കിടക്കണായിരുന്നു. അമീർ ഷാ എല്ലാവരും ബാക്കപ്പുകൾ വരുന്നു. അതെ 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 ഹരിയാണെങ്കിലും അവിടെ നിന്ന് ബാക്കപ്പ് വരുന്നത്. പിന്നെ എല്ലാവരും ഓൺ ആയിരുന്നല്ലോ കളിയിൽ. അത് ഭയങ്കര എല്ലാവരും അലച്ചലച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നൊരു ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ഭയങ്കരമായിട്ട് കഴിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് മാനേജ് ചെയ്യുക. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അടുത്ത കളി നമ്മളിപ്പോ എന്തായാലും ഇവർ രണ്ടുപേരോടായിരിക്കും ഓപ്പണിംഗ് പോണേ. ഹരി പിന്നെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുണ്ട്, വിഷ്ണു ഉണ്ട്. ബാക്കിയുള്ളവരെ ഞാനൊന്ന് ഷഫിൾ ചെയ്തൊന്ന് കളിപ്പിക്കും. കാരണം എല്ലാവരും ഒന്നും കളിച്ച് കാണുമല്ലോ നമുക്ക് ലീഗ് മാച്ചസിൽ. പക്ഷെ അതല്ല, ഞാൻ ഇപ്പോഴും പറയും, നമ്മൾ കേറിയിട്ടില്ല സെമിയിൽ. ഈ 2 മാച്ചസ് ഭയങ്കര, ഈ ഒരു മാച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാച്ച് ഇവർ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ കയറിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ക്രിക്കറ്റ് ഷാക്ക് നമ്മളോട് കളിക്കാത്ത, അതെ, കളിക്കാത്ത ടീം ജയിച്ചാൽ മറ്റേ ടീം പൂർണ്ണമായിട്ട് വിളിക്കും. അപ്പൊ നമ്മൾ കയറി. അതേസമയം മറ്റവരാണ് ജയിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത കളി ജയിക്കും. നമുക്ക് 8 ടൂർണമെന്റ് ഇനി ഇപ്പൊ നമുക്ക് തോൽവി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഓവർ കോൺഫിഡൻസ് വേണ്ട. നമ്മൾ എന്തെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ ബോളിംഗ് സമയത്താണല്ലോ വന്നത്. നല്ല ലൈക്ക് എനർജി ആണെങ്കിലും ബാക്ക്, ഞാൻ പറഞ്ഞ പോലെ ബാക്കപ്പ് തന്നെ, ഒരു ത്രോയ്ക്കും ബാക്കപ്പ് തന്നെ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ലൈക്ക് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു കളിയാവുമ്പോൾ. ആ ഒരു എനർജി ലെവലും വിളിച്ച് നിൽക്കണതും. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയ ജേഴ്സിയിൽ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഇതുവരെ നമ്മൾ കളിച്ചതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കളി പോയത്. കാരണം 210 റൺസ് നമ്മൾ അടിച്ചു. 18 ഓവറിൽ 51 റൺസിൽ നമ്മൾ വിജയിച്ചു. എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. എല്ലാവരും ബോൾ പിടിക്കുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ കമൻറ്റിൽ ബോൾ പിടിക്കാറിയെന്നുള്ളവരെയൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ എല്ലാവരും പിടിച്ച് പഠിച്ച് എല്ലാവരും സെറ്റായി. അതുകൊണ്ട് മുന്നേ കളി ജയിക്കുകയും ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഒരു പൂളിൽ 3 ടീമാണ്. ടോട്ടൽ 6 ടീമാണുള്ളത്. അതിൽ ഒരു പൂളിൽ 3 ടീമാണ്. അതിൽ ഒരു കളി ജയിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തോപ്പിച്ച ടീം ഒരു കളി തോറ്റാലോ ആ 2 ടീം കയറും. പിന്നെ സെമിയാണ്, 26-ാം തീയതി സെമിയാണ്. പിന്നെ അതിൽ പിന്നെ സെമി കളിച്ച് പിന്നെ ഫൈനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ 2ാമത്തെ കളി കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ കളിയും ഓരോ ഹൈലൈറ്റ്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ കാണാൻ എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും. അതിനെക്കാട്ട് നല്ല ഓരോ മാച്ചും ഓരോ വീഡിയോ ആയിട്ട് ഇടാം, ഹൈലൈറ്റ്സ് മാത്രമായിട്ട്. സോ അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ചീത്ത ഒഴിച്ച് ബാക്കി എന്തെങ്കിലും എല്ലാവരും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും.
ചീത്ത വിളിക്കില്ല. നമ്മൾ ചീത്ത വിളിക്കുമ്പം അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, നമ്മളെ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് നമ്മൾ വിളിക്കും. പക്ഷേ കമൻറ്റിലൊക്കെ വന്നിട്ട് നമ്മൾ അതൊരു ശരിയല്ല. ആർക്കെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളത് പറയുക, ഇന്നയാളൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ പറഞ്ഞു തരിക. നമ്മളത് ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മാച്ച് ആയിട്ട് വരാം. ബൈ ഗൈസ്, ലവ് യു.